അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസ്സലാം അലാ ഇബാദിഹി നിഅമ അമ്മാ ബഅദ്. എൻ്റെ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ, അല്ലാഹു നമ്മുടെ ഇരുത്തവും പറയലും കേൾക്കലുമെല്ലാം ഒരു സൽപ്രവർത്തനമാക്കി അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അതെപ്പോഴും വൃത്തിയെയും ശുദ്ധിയെയും ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്ന, പ്രാധാന്യം കൊടുക്കുന്ന ഒരു മതമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം. അല്ലാഹുവിൻ്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും ദുആ ചെയ്തിരുന്നത് അല്ലാഹുമ്മ ഇന്നാ നസ്അലുക്കൽ അഫ്വ വൽ ആഫിയത, ആരോഗ്യത്തിന് ആഫിയത്തിന് വേണ്ടി നബി തങ്ങൾ ദുആ ചെയ്യും. അതുകൊണ്ട് തന്നെ ആരോഗ്യ സംരക്ഷണവും അതുപോലെ ശുദ്ധിയും വൃത്തിയുമെല്ലാം പരിശുദ്ധമായ ദീൻ വലിയ ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അത് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ എന്താ? ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വൽ മുത്തത്വഹിരീൻ. ചെയ്തു പോയ അപരാധങ്ങൾ തെറ്റാണെന്ന് തിരിച്ചറിയുകയും അത് അല്ലാഹുവിന്റെ കോടതിയിലേക്ക് ഏറ്റുപറയുകയും ചെയ്യുന്ന തൗബ ചെയ്യുന്നവരെ അല്ലാഹുവിന് വലിയ ഇഷ്ടമാണ്. അതോടൊപ്പം ശരീരത്തിലെ വൃത്തി സൂക്ഷിക്കുന്നവരെയും അല്ലാഹുവിന് വലിയ ഇഷ്ടമാണെന്ന് പരിശുദ്ധമായ ഖുർആൻ. ഇവിടെ നമ്മുടെ ചർച്ചാ വിഷയം വൃത്തിയെ പറ്റിയാണ്. നമ്മളൊക്കെ കുളിക്കുന്നവരാണ്. മഹാരഥനാകുന്ന യാഫഈമ പറയുന്നതായി ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി യഹ്യ ഉലൂമുദ്ദീൻ എന്ന ഗ്രന്ഥത്തിൽ കാണാം, ആരോഗ്യ സംരക്ഷണത്തിന് 3 കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. എന്റെ ശബ്ദം ശ്രവിക്കുന്നവർ 3 കാര്യങ്ങൾ ജീവിതത്തിൽ ചേർത്തു പിടിച്ചാൽ ആരോഗ്യ ദൃഢഗാത്രരായി ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊന്നും ഇല്ലാതെ രോഗികളാകാതെ ശരീരത്തിന്റെ ക്ഷമത വർദ്ധിപ്പിക്കാൻ, ഇമ്മ്യൂണിറ്റി പവർ എന്ന് പറഞ്ഞാൽ പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്ന 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, മഹാരഥൻ പറയുന്നത് കുളിയുടെ എണ്ണം കൂട്ടുക. നിർബന്ധമായ കുളിയല്ല, നമ്മൾ നിർബന്ധമായ കുളിയുടെ കാര്യമില്ല, സുന്നത്തായ കുളികൾ അധികരിപ്പിക്കുന്നവരുടെ ആരോഗ്യം വർദ്ധിക്കും. രണ്ടാമത്തത് സുഗന്ധം പൂശൽ. നമ്മുടെ ശരീരത്തിൽ വസ്ത്രത്തിൽ സുഗന്ധം പൂശുക. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിൽക്കുമ്പോൾ സുഗന്ധം പൂശാം, പുറത്തു പോകുമ്പോഴല്ല, വീട്ടിനകത്ത് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഗന്ധം പൂശാം, ആരോഗ്യക്ഷമത വർദ്ധിക്കും. മൂന്നാമത്തത് ലിനൻ വസ്ത്രം ധരിക്കുക. ലിനന്റെ വസ്ത്രം ധരിച്ചാൽ ശരീരത്തിന് ആരോഗ്യം വർദ്ധിക്കുമെന്ന് മഹാരഥനാകുന്ന യാഫഈമ പറയുന്നതായി ഇമാമുന ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി. അപ്പൊ നമ്മൾ ഇന്നത്തെ ചർച്ചാ വിഷയം ഒന്നാമത്തെ കാര്യമാണ് കുളിയുടെ വിഷയം. കുളി നമ്മൾ പലപ്പോഴും രാവിലെ കുളിക്കും, ഉച്ചയ്ക്ക് കുളിക്കും, വൈകുന്നേരം പല സമയത്ത് കുളിക്കുന്നവരുണ്ട്. എന്നാൽ 3 സമയത്ത് നമ്മൾ കുളിക്കാൻ പാടില്ല. ഈ 3 സമയത്ത് നിങ്ങൾ കുളിച്ചാൽ നിങ്ങൾ രോഗികളാവും. അതേതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അങ്ങനെ കുളിക്കുമ്പോൾ അള്ളാഹു തലവേദന പോലെയുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും തരുമെന്ന അനുഭവങ്ങളിലൂടെ മഹാരഥന്മാർ എഴുതി വെച്ചിരിക്കുന്ന അത്ഭുതകരമായ ചില കാര്യങ്ങളുണ്ട്. ഒന്നാമത്തത്, മഗ്‌രിബിന് തൊട്ട് മുമ്പ് നമ്മൾ കുളിക്കാൻ പാടില്ല. മഗ്‌രിബിന്റെ തൊട്ട് മുമ്പ് നമ്മൾ കുളിക്കാൻ പാടില്ല. നമ്മൾ എന്ത് ചെയ്യും? ആ സമയത്താണ് കുളിക്കുക. അസറിന്റെ ജോലികളെല്ലാം കഴിഞ്ഞ് മുറ്റമൊക്കെ അടിച്ച് സഹോദരിമാരെ സംബന്ധിച്ച് ആ സമയത്ത് ഒരു കുളിയുണ്ട്. മക്കളെ സംബന്ധിച്ചിടത്തോളം പോയി ക്രിക്കറ്റൊക്കെ കളിച്ച് ഫുട്ബോളൊക്കെ കളിച്ച് ക്ഷീണിച്ച് വന്നിട്ട് ആ സമയത്തൊരു കുളി ഉണ്ട്. ആ സമയത്ത് കുളിക്കല് നല്ലതല്ല. ഒന്നാമത്തെ മഗ്‌രിബിന് തൊട്ട് മുമ്പാണ്. രണ്ടാമത്തത് ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിത്യമായി കുളിക്കരുത്. ഒരു അത്യാവശ്യം വന്നു മഗ്‌രിബിന് തൊട്ട് മുമ്പ് ഒരു ദിവസം കുളിക്കാൻ പ്രശ്നമില്ല. അതല്ല ഇനിയിപ്പോൾ ജനാപത്തായി, ഉസ്താദ് പറഞ്ഞു മഗ്‌രിബിന് തൊട്ട് മുമ്പ് കുളിക്കാൻ പാടില്ല, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കരുത്. നിർബന്ധമായ കുളിക്കാൻ അവിടെ സമയമേ ഇല്ല, എപ്പോഴും കുളിക്കാം. ഇത് വെറുതെ കുളിക്കുന്ന കാര്യത്തെ പറ്റിയാണ്. അതുപോലെ ഇശാ മഗ്‌രിബിന്റെ ഇടയിൽ നിങ്ങൾ കുളിച്ചാൽ രോഗികളാകും. മൂന്നാമത്തത്, ചില പണ്ഡിതന്മാർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, നട്ടുച്ച സമയത്ത് കുളിക്കാൻ പാടില്ല. ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം ആ സമയത്തേ കുളിക്കൂ. ഉസ്താദേ നമ്മൾ എപ്പോഴാ കുളിക്കുക? നമ്മൾ എപ്പോഴാ കുളിക്കുക? ജോലിയെല്ലാം കഴിഞ്ഞ് ശരീരമെല്ലാം വീർത്തിരിക്കുമ്പോൾ ഇങ്ങനെ നിസ്കരിക്കുക, വലിയ ശുദ്ധിയില്ലല്ലോ, നജസില്ലല്ലോ, അതൊന്ന് കഴുകി പൊളഞ്ഞാൽ പോരെ, പിന്നെന്തിനാ നട്ടുച്ച സമയത്ത് കുളിക്കുന്നത്? പിന്നെ നമ്മൾ എപ്പോഴാ കുളിക്കേണ്ടേ എന്നൊരു ചിന്ത വരുന്നില്ലേ? എപ്പോഴാണ് കുളിക്കൽ ഏറ്റവും ഉത്തമമായ സമയം? അള്ളാഹുവിന്റെ പ്രവാചക നബിയുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഫജ്റിന്റെ സമയത്ത് കുളിച്ചാൽ സുബഹിക്ക് എഴുന്നേൽക്കുന്ന സമയത്ത് നിത്യമായി കുളിക്കുന്ന ഒരു ശീലമുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ രാത്രി കിടന്നു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് രാവിലെ ഒരു ദിവസം കുളിച്ചു, അതിനെ കുറിച്ചല്ല, അത് കുളിച്ചേ മതിയാകൂ. പക്ഷെ എല്ലാ ദിവസവും ഒരു സുന്നത്തായ കുളി, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരു കുളി, അത് അൽഹംദുലില്ലാ. അങ്ങനെ കുളിക്കുന്നവർക്ക് ശരീരത്തിൽ വല്ലാത്ത ഉന്മേഷമുണ്ടാകും. ഒന്നാമത്തത്, മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്ന ആരോഗ്യം ഉണ്ടാകും. രാവിലെ നിങ്ങളൊന്ന് കുളിച്ചു നോക്കിയ, പതിവാക്കി കുളി. രാവിലെ എഴുന്നേറ്റുടനെ കുളിച്ചിട്ട് നിസ്കരിക്കുക, കുളിച്ചിട്ട് തഹജ്ജുദ് നിസ്കരിക്കുക, കുളിച്ചിട്ട് സുബഹി നിസ്കരിക്കുക, ആരോഗ്യം ഉണ്ടാകും. രണ്ടാമത്തത്, മുഖത്തിന്റെ സൗന്ദര്യം വർദ്ധിക്കും. ഒരു ക്രീമും നമ്മൾ തേക്കണ്ട, ഒരു ഫേഷ്യലും നമ്മൾ ചെയ്യണ്ട, ഒരു ഫൗണ്ടേഷനും നമ്മൾ ഇടണ്ട, ഒരു ലിപ്സ്റ്റിക്കും നമ്മൾ തേക്കണ്ട, ഒരു ക്രീമും നമ്മൾ ഇടണ്ട, എന്ത് ചെയ്യണ്ട, ഒരു സ്ക്രബ് നമ്മൾ ചെയ്യണ്ട. പരിശുദ്ധമായ നബി തങ്ങളുടെ ഹദീസ്, രാവിലെ എഴുന്നേറ്റ് നിങ്ങൾ കുളിക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയാൽ മുഖ ആകാര കാന്തി എന്ന് പറഞ്ഞാൽ മുഖത്തിനൊരു പ്രഭ ഉണ്ടാകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തത്, മഹാരഥന്മാർ പറയുന്നു, കണ്ണേറുകളും സിഹറുകളും
ജിന്നിന്റെയും പൈശാചികതയുടെ ഉപദ്രവങ്ങൾ തടയാൻ അതൊരു കാരണമാണ്. അതുപോലെ നാലാമത്തെ ദുആക്ക് ഇജാബത്തുള്ള മനുഷ്യനാവുന്ന ഈ 4 കാര്യങ്ങൾ സുബഹിക്ക് കുളിച്ചാൽ, നിർബന്ധമായ കുളിയല്ല, വീണ്ടും പറയുന്നു, സുന്നത്തായ ഒരു കുളി. അങ്ങനെ ഈ സുന്നത്തായ കുളി എല്ലാ ദിവസവും ഈ രാവിലെ സുബഹിന്റെ സമയത്ത് കുളിച്ചാൽ ഈ പറയുന്ന പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് തരുമെന്ന് മഹാരഥന്മാർ. അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെ കുളിക്കണം എന്ന് പറയുമ്പോൾ അത് ഏത് വെള്ളത്തിലാണ് കുളിക്കേണ്ടത്? ചൂടുവെള്ളത്തിൽ കുളിക്കണോ, അതല്ല പച്ചവെള്ളത്തിൽ കുളിക്കണോ, ഉപ്പ് വെള്ളത്തിൽ കുളിക്കണോ? അങ്ങനെ പല സംശയങ്ങൾ ഉണ്ടാകും. എന്നാൽ സാധാരണ ഒരു ബോഡി, വേറെ ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നുമില്ല, നീർക്കെട്ട്, ചുമ, അങ്ങനെ രോഗങ്ങളൊന്നുമില്ലാത്ത, ശാരീരിക ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ആരോഗ്യ സ്ഥിതിയായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം തനിച്ച പച്ചവെള്ളത്തിൽ കുളിക്കലാണ് നല്ലത്. ഇനി ഒരു പക്ഷേ ചില ആളുകൾ ചിന്തിക്കും, മരിച്ച മയ്യത്തിനെ ഏത് വെള്ളത്തിലാണ് കുളിപ്പിക്കേണ്ടത്? അവിടെ മഹാരഥന്മാർ പല ചർച്ചകളും ചെയ്യുന്നുണ്ടെങ്കിലും മഹാരഥന്മാരാകുന്ന ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്ന, ജീവിച്ചിരുന്നപ്പോൾ മനുഷ്യൻ കുളിക്കുന്ന വെള്ളം ഏതാണോ ഇഷ്ടപ്പെട്ടിരുന്നത് അതിൽ കുളിക്കലാണ് അഫ്ദലിയത്ത്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ അത് ചർച്ച ചെയ്യുന്നില്ല, അത് മറ്റൊരു വീഡിയോയിലോട്ട് മയ്യത്തുമായി ബന്ധപ്പെട്ട് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുക, നമുക്ക് ആരോഗ്യപരമായി ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ പച്ചവെള്ളത്തിൽ കുളിക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പൊ നമ്മൾ പറഞ്ഞത് കുളിക്കാൻ പാടില്ലാത്ത 3 സമയങ്ങൾ പറഞ്ഞു. അതുപോലെ രാവിലെ കുളിക്കാൻ എപ്പോഴാണ് സമയം എന്ന് പറഞ്ഞു. ആ കുളിച്ചാൽ കിട്ടുന്ന നേട്ടങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി കുളിയിൽ വരുന്ന ചില കറാഹത്തുകളുണ്ട്, നമ്മൾ അശ്രദ്ധമാക്കി കളയുന്നു. ഒന്ന്, അമിതമായ വെള്ളത്തിൽ കുളിക്കൽ നല്ലതല്ല. പല രോഗങ്ങളും ബുദ്ധിമുട്ടുകളും മറതി പോലും വരുമെന്ന് മഹത്തൂക്കൾ. നമ്മളിങ്ങനെ ഷവറങ്ങ് ഓൺ ചെയ്താൽ പിന്നെ അങ്ങനെ പാട്ടും പാടി അങ്ങ് കുളിക്കാൻ, ഇങ്ങനെ കുളിച്ചുകൊണ്ടേയിരിക്കും. അധിക സമയം വെള്ളത്തിൽ കുളിക്കരുത്, നല്ലതല്ല. മഹാരഥന്മാർ, ചില പണ്ഡിതന്മാർ, സൂഫിയാക്കൾപ്പെട്ട ചില പണ്ഡിതന്മാർ എഴുതി വെക്കും, ഇബ്നുൽ ഖയ്യിം റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള മഹാരഥന്മാർ എഴുതി വെക്കുന്നുണ്ട്, അധികം വെള്ളത്തിൽ കുളിക്കുന്ന ആളുകൾക്ക് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ വെള്ളം തികയില്ല എന്ന് കാണാം. നഊദുബില്ലാഹ്, നമ്മളെ കാക്കട്ടെ. ചില സംഭവങ്ങൾ അദ്ദേഹത്തെ റിപ്പോർട്ടുകൾ കാണുന്നതാണ്, അദ്ദേഹത്തിന്റെ ചില ഉദ്ധരണികൾ കാണുന്നതാണ്. അതുകൊണ്ട് അമിത വെള്ളത്തിൽ നമ്മൾ കുളിക്കാൻ പാടില്ല. രണ്ടാമത്തത്, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ നമ്മൾ കോരി കുളിക്കാൻ പാടില്ല, അത് കുളിക്കാൻ നല്ലതല്ല, അത് കറാഹത്താണ്. മൂന്നാമത്തത്, 3 വട്ടത്തെക്കാൾ ആവർത്തിക്കൽ. നമ്മളിപ്പോ മുഖം കഴുകി, ശരീരം കഴുകി, അതൊക്കെ 3 വട്ടത്തിൽ കൂടുതൽ ആവർത്തിക്കൽ നല്ലതല്ല. നാലാമത്തത്, മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക, വാ കുപ്പിളിക്കുക, ഇത് ചെയ്യാതിരിക്കൽ കറാഹത്താണ്. നമ്മൾ കൊടുക്കുമ്പോൾ മൂക്കിൽ വെള്ളം കയറ്റി വായിൽ കുപ്പിളിക്ക ചെയ്യും, അതുപോലെ കുളിക്കുമ്പോഴും ചെയ്യണം, ചെയ്യാത്തത് കറാഹത്താണ്. അതുപോലെ കുളിക്ക് മുമ്പ് ഒളു ചെയ്യാതിരിക്കുക. ഈ 5 കാര്യങ്ങൾ, ഒളു ചെയ്യൽ സുന്നത്താണ്, അത് ചെയ്യാതിരിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. ഈ 5 കറാഹത്തുകൾ നമ്മൾ ഒഴിവാക്കണം. അല്ലാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തരട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ശരീരത്തിന്റെ വൃത്തിയെ, ശരീരത്തിന്റെ ശുദ്ധിയെ, ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് കുളി അത്യന്താപേക്ഷിതമാണ്. ഈ 5 കറാഹത്തുകൾ നമ്മുടെ കുളിയിൽ വരാൻ പാടില്ല. ഈ പറഞ്ഞ 3 സമയത്ത് നമ്മൾ കുളിക്കാൻ പാടില്ല. ഈ പറഞ്ഞ സമയത്ത് സുബഹിന്റെ സമയത്ത് നമ്മൾ കുളിക്കണം. മനസ്സിലായില്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്, കുളി കഴിഞ്ഞിട്ട് ഒരു സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ, 3 വട്ടം ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്താൽ അതുമായി ബന്ധപ്പെട്ട ഒരു ബുദ്ധിമുട്ടും വരില്ല. അപ്പൊ നമ്മൾ കൃത്യമായി വീട്ടിൽ കുളിക്കുന്ന ആളുകളാണ്. ആ കുളിക്കുന്ന സമയത്ത് കുളി കഴിഞ്ഞിട്ട് സൂറത്തുൽ ഖദർ ഒരു 3 വട്ടം ഓതിയിട്ട് ശരീരത്തിലേക്കൊന്ന് തടവുക, കയ്യിലൊന്ന് ഊതുക, ശരീരത്തൊന്ന് തടവുക. ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊന്നും വരില്ല, നീർക്കെട്ട് പോലെയുള്ള ശാരീരിക ബുദ്ധിമുട്ട് പ്രയാസങ്ങൾ വരില്ല. കുളി കഴിഞ്ഞ് 3 വട്ടം സൂറത്തുൽ ഖദർ നമ്മൾ പാരായണം ചെയ്താണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുക, നമ്മൾ സാധാരണ യാത്ര പോകും. ഇപ്പൊ നമ്മൾ ബന്ധുക്കാരെ വീട്ടിൽ പോകും. ഇപ്പൊ തിരുവനന്തപുരത്തുള്ളവർ, കണ്ണൂർ, കാസർഗോഡ്, പല നാടുകളിൽ പോയി കുളിക്കും. അപ്പൊ അവിടുത്തെ കിണറിന്റെ വെള്ളത്തിന് മറ്റൊരു രീതിയായിരിക്കും, നമ്മുടെ നാട്ടിലെ വെള്ളത്തിന് രീതി ഉണ്ടാകും. പൈപ്പ് ലൈനിൽ കുളിക്കുന്ന പൈപ്പിലെ വെള്ളമായിരിക്കും അവിടെ. അങ്ങനെ പല മണ്ണിന്റെ ഘടനയനുസരിച്ച് വെള്ളത്തിന് മാറ്റം ഉണ്ടാകും. മഹാരഥന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു, പരിശുദ്ധമായ ഒരു സൂറത്തുണ്ട്, ആ സൂറത്ത് നിങ്ങൾ വെള്ളം എടുക്കുക. ഇപ്പൊ ഷവറിലാണ് കുളിക്കാൻ വിചാരിക്കുക, ആ വെള്ളം നമ്മൾ ശരീരത്തിലേക്ക് വീഴുന്നതിന് മുമ്പ് കയ്യിലേക്കൊന്ന് എടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സിലെടുക്കുക. കുളിമുറിയിലായിരിക്കും നമ്മൾ കുളിക്കുക. മനസ്സിൽ കരുതുക, മനസ്സിൽ ഓതുക. ബാത്റൂമിൽ വെച്ചാണെങ്കിൽ ഓതണ്ട, അല്ലാതെ കുളിമുറിയിലാണെങ്കിൽ നമ്മൾ മനസ്സിലൊന്ന് കരുതുക. സൂറത്തുൽ കൗസർ, ഇന്നാ അഅ്തൈനാക്കൽ കൗസർ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ കൗസർ ഒരു മനുഷ്യൻ 3 വട്ടം ഓതി വെള്ളത്തിലേക്ക് ഊതിയിട്ട് ആ വെള്ളത്തിൽ കുളിച്ചാൽ വെള്ളം മാറി കുളിക്കുന്ന രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ആ മനുഷ്യന് വരില്ല എന്ന് മഹാരഥന്മാർ. ഞാൻ ചുരുങ്ങിയ സമയത്ത്, കുറഞ്ഞ സമയത്ത് കൂടുതൽ അറിവ് എന്നതാണ് നമ്മുടെ ആശയം. വളരെ വിശാലമായി പറയാൻ ഉദ്ദേശിക്കണില്ല, വേഗത്തിൽ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വേഗത്തിൽ പറഞ്ഞു പോവുക, വിശദീകരിക്കുന്നില്ല. അപ്പൊ നമ്മളൊന്ന് പറഞ്ഞത്, എപ്പോഴാണ് കുളിക്കേണ്ടത്, ഏത് വെള്ളത്തിലാണ് കുളിക്കേണ്ടത്, കുളിക്കാൻ പാടില്ലാത്ത 3 സമയങ്ങൾ ഏതൊക്കെയാണ്, കുളിയിൽ വരുന്ന 5 കറാഹത്തുകൾ ഏതൊക്കെയാണ്, അതുപോലെ വെള്ളം സ്ഥിരമായി കുളിക്കുന്നവർ ആ കുളി കഴിഞ്ഞാൽ ഓതേണ്ട 3 തവണ ഓതേണ്ട ഒരു സൂറത്തുണ്ട്. അതുപോലെ വെള്ളം മാറി കുളിക്കുന്നവർ, മറ്റുള്ള സ്ഥലങ്ങളിൽ പോയി കുളിക്കുന്നവർ ഓതേണ്ട സൂറത്ത്, ഇങ്ങനെ തുടങ്ങിയുള്ള
നമുക്ക് നിത്യജീവിതത്തിൽ ഉപയോഗപ്രദമായ ചില അറിവുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നല്ലത് പഠിക്കുവാനും പകർത്തുവാനും പ്രാവർത്തികമാനും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെയുള്ള ഉപകാരപ്രദമായ അറിവുകൾക്ക് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവുകൾ എന്ന ആശയവുമായി വോയിസ് ഓഫ് ഷഫീഖ് ബദരി നിങ്ങളിലൂടെ സഞ്ചരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് നിങ്ങളെല്ലാം ഏറ്റെടുക്കുന്നത് പോലെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ ഏറ്റെടുക്കുക, ഈ ചാനൽ ഏറ്റെടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. ഒരാൾ നമ്മൾ കാരണം അമൽ ചെയ്താൽ അതിന്റെ കൂലി നമുക്ക് കിട്ടും. ഓരോ അറിവും സ്വതക്കയാണ്. അതുകൊണ്ട് വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രാവിലെ ഇതുപോലെ ഉപകാരപ്രദമായ ഒരു വീഡിയോ, അതുപോലെ രാത്രി മറ്റൊരു വീഡിയോ, വൈകുന്നേരം മറ്റൊരു വീഡിയോ, 2 വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ബദറിൻ തീരം എന്ന യൂട്യൂബ് ചാനലിലൂടെ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഒഴികെ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക് മഹാരഥന്മാരാകുന്ന ബദരീങ്ങളുടെ പേരിൽ ബദറിൻ തീരം എന്നാണ് മജ്ലിസിന്റെ പേര്, ഒരു ആത്മീയ മജ്ലിസ് സംഘടിപ്പിക്കുന്നുണ്ട്, നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഏകദേശം 930ഓളം ദിവസമായി അൽഹംദുലില്ലാഹ് ആയിരങ്ങൾ സംഗമിക്കുന്ന മജ്ലിസാണ്. ഹദ്ദാദ് റാത്തീബും തിബ്ബുസ് സ്വലാത്തും അസ്മാഉൽ ഹുസ്നയും മഹാന്മാരുടെ ചരിത്രം, ജീവചരിത്രം, ഇമ്പമാർന്ന മാപ്പിളപ്പാട്ടുടെ പാടി പറയുന്ന ചരിത്രം കേൾക്കാൻ നമുക്ക് ഇഷ്ടമല്ലേ? ആ ചരിത്രം പാടി പറയുന്ന ഒരു മജ്ലിസാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഏവരെയും സന്ദർഭോചിതമായി ആ മജ്ലിസിലേക്ക് ക്ഷണിക്കുന്നു. ബദറിൻ തീരം എന്നാണ് ആ ചാനലിന്റെ പേര്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതുപോലെ ഒരു പുതിയ അറിവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദുആ വസിയത്ത് അറിയിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ദുആരക്കും ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.